ഹിമാചൽ പ്രദേശിലെ പ്രളയബാധിത മേഖലകൾ പ്രധാനമന്ത്രി സന്ദർശിച്ചു. വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ബാധിച്ച പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തി. മഴക്കെടുതി രൂക്ഷമായ പഞ്ചാബും പ്രധാനമന്ത്രി സന്ദർശിക്കും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ അതിതീവ്ര മഴ തന്നെയാണ് ഉണ്ടാകുന്നത്. മഴക്കെടുതിയിൽ നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും പ്രധാനമായും ഹിമാചൽ പ്രദേശിൽ തന്നെയായിരുന്നു ഇത്തരത്തിലുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ പ്രളയബാധിത മേഖലകൾ പ്രധാനമന്ത്രി സന്ദർശിച്ചിരിക്കുന്നു. തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. തൗഫീഖ്, വിശദാംശങ്ങൾ. അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹിമാചൽ പ്രദേശിലെ പ്രളയബാധിത മേഖലകൾ സന്ദർശിച്ചത്. അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ അടിയന്തര ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. 150 കോടി രൂപയാണ് 1500 കോടി രൂപയാണ് ഹിമാചൽ പ്രദേശിന് ഇപ്പോൾ പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴക്കെടുതിയിൽ വ്യാപകമായിട്ടുള്ള നാശമാണ് ഹിമാചൽ പ്രദേശിൽ ഉണ്ടായത്. ഇതിനെ തുടർന്നാണ് ഇത്രയധികം രൂപ ധനസഹായം പ്രഖ്യാപിക്കാനായിട്ട് പ്രധാനമന്ത്രി തീരുമാനിച്ചത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകുമെന്ന് കൂടി പ്രധാനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിൽ നിന്നും പിന്നെ നേരെ പ്രധാനമന്ത്രി പോവുക പഞ്ചാബിലേക്കായിരിക്കും. പഞ്ചാബിലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും നിരവധി മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. പഞ്ചാബിൽ എത്തിയതിനു ശേഷം പഞ്ചാബിലും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രളയമായിരുന്നു പഞ്ചാബിലും ഹിമാചലിലും അതോടൊപ്പം തന്നെ ഉള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തി ഇത് സ്ഥിതി വിലയിരുത്തുകയും അതിനുശേഷം ഇപ്പോൾ സമാനമായ രീതിയിൽ 2 ഇടങ്ങളിലും ഹിമാചൽ പ്രദേശിന് പിന്നാലെ ഇനിയിപ്പോൾ പഞ്ചാബിലും ധനസഹായങ്ങൾ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. ശരി തൗഫീഖ്.